ഇപ്പോഴാണ് ശരിക്കും ഡിജിറ്റൽ ഇന്ത്യ ആയത്. ഡിജിറ്റൽ സർവൈലൻസ് ഇന്ത്യ ആയതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ നോർത്ത് കൊറിയനെയും റഷ്യനെയും ചൈനനെയൊക്കെ കളിയാക്കും. നിങ്ങളുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോലും നിങ്ങൾക്ക് തരുന്നില്ല, എല്ലാം മോണിറ്റേർഡ് ആണ്, നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഇല്ല, പ്രൈവസി ഒന്നും ഇല്ല എന്നുകൊണ്ട് കളിയാക്കും. ഇനി അത് പറ്റുമോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. റോയിട്ടേഴ്സാണ് ഈ ഒരു ന്യൂസ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പുതിയൊരു നിയമം ഇറക്കിയിട്ടുണ്ട്. 90 ദിവസം കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനീസിന്. അതിപ്പോൾ ആപ്പിൾ ആയാലും നിങ്ങൾ 2 ലക്ഷം രൂപേൻ്റെ ആപ്പിൾ മേടിച്ചാലും 10,000 രൂപേൻ്റെ ഓപ്പോ ഫോൺ മേടിച്ചാലും ഇനി മുതൽ എല്ലാ ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു ഗവൺമെൻറ് ആപ്പ് അതിലുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫോൺ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരും, അതിൽ ഇങ്ങനെ ഒരു ആപ്പ് വന്ന് കിടക്കും. അത് വന്നുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടാവും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് അവിടെ തന്നെ കിടക്കും, ചില ഗൂഗിളിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ പോലെ. അപ്പോൾ ഇതിപ്പോൾ എന്ത് ആപ്പാണ്, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇത് സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. ഓൾറെഡി 5 മില്യൺ ഡൗൺലോഡ്സ് ഒക്കെ ഉള്ളൊരു സൈബർ സെക്യൂരിറ്റി ആപ്പാണ്. ആക്ച്വലി നല്ല ഉപകാരമുള്ള ആപ്പാണ്. ഈ ഫ്രോഡ് നടക്കുമ്പോഴും ഇപ്പോൾ കുറേ ഈ ഡിജിറ്റൽ ഫ്രോഡൊക്കെ നടക്കുന്നല്ലോ, അത് മൊബൈൽ കളഞ്ഞു പോയാലോ അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ആപ്പിൽ കയറിയിട്ട് അതൊക്കെ രജിസ്റ്റർ ചെയ്ത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഫ്രോഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ കളഞ്ഞ് പോകുമ്പോൾ അത് ചെയ്താൽ പോരെ. അതിന് ഫുൾ ടൈം ഈ ആപ്പ് ഈ മൊബൈലിൽ കൊണ്ടുവരുന്നത് വേറെ എന്തിനോ വേണ്ടിയിട്ടല്ലേ ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുക്കറണ്ണനും ഗൂഗിളുകാരൊക്കെ നിങ്ങളുടെ ഡാറ്റ കൊണ്ടുപോകുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഗവൺമെൻറ് നിങ്ങളുടെ ഡാറ്റ തിരിച്ച് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം അല്ലേ എന്നും ചോദിക്കുന്നവരുണ്ടാവും. ഈ ചൈനയിലും റഷ്യയിലൊക്കെ ആദ്യമായിട്ട് ഈ ഒരു ഡിജിറ്റൽ സർവൈലൻസ് സിസ്റ്റം ഒക്കെ വന്നപ്പോൾ ഇങ്ങനെയായിരിക്കും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവുക. അതിപ്പോൾ എന്താ, ഒരു ആപ്പല്ലേ ഇരുന്നോട്ടെ എന്നായിരിക്കും മിക്കവാറും. ഈ സഞ്ചാർ സാറ്റ് ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SMS നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നത്, നിങ്ങൾ അയക്കുന്നതായിട്ട് SMS, കോൾ ലോഗ്സ്, നിങ്ങൾ ആർക്കൊക്കെ വിളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഫോട്ടോസും മീഡിയാസും ഫയൽസും, നിങ്ങൾ സ്റ്റോറേജിലുള്ള എല്ലാ കാര്യങ്ങളും, റിയൽ ഫോൺ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയാണ്, കൺട്രോൾ ഫ്ലാഷ് ലൈറ്റ്, വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻസ്, ഫുൾ നെറ്റ്വർക്ക് ആക്സസ്, റണ്ണറ്റ് സ്റ്റാർട്ടപ്പ്, കൺട്രോൾ വൈബ്രേഷൻ, പ്രിവെൻറ്റ് ഡിവൈസ് ഫ്രം സ്ലീപ്പിംഗ്, ഗൂഗിൾ പ്ലേ ലൈസൻസ് ചെക്ക്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇഫ് യു നോ വേർ ദിസ് ഈസ് ഹെഡിങ്.